ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന വീട്ടിൽ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പോംപോം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അത് കൂടാണ്ട് പോംപോം ഉപയോഗിച്ച് ഇങ്ങനത്തെ ഒരു അടിപൊളിയായിട്ട് നമുക്ക് വീട് അലങ്കരിക്കാൻ പറ്റിയൊരു സംഗതി കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പോംപോം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ വൂളൻ ത്രെഡാണ്. നമുക്ക് കടകളിൽ ഈസിലി ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളിൽ ഈസിലി കിട്ടും. ഇനി നമുക്ക് പോംപോം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് എടുക്കുന്ന ഒരു കാർഡ്ബോർഡ് പീസാണ് എടുക്കുന്നത്. ആൻഡ് കാർഡ്ബോർഡ് പീസിൻ്റെ വീതിക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് പോംപോമിൻ്റെ വലിപ്പം ഉണ്ടാവുക. സോ ഞാനിപ്പോൾ ഒരു എത്ര ഇഞ്ച് ഉണ്ടാവും, 3 to 4 ഇഞ്ച് വരെ വീതിയുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ വൂളൻ ത്രെഡ് അതിൻ്റെ ചുറ്റും ഇതേപോലെ നന്നായിട്ട് ചുറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ എത്ര നല്ല തിക്നെസ് വേണമെന്നുണ്ടോ അതിനനുസരിച്ച് ചുറ്റിച്ചെടുക്കാം. ഒരു 100 to 200 തവണ വരെയൊക്കെ ചുറ്റിച്ചെടുക്കണം. എന്നാലാണ് നല്ല രസമായിട്ട് നല്ല എന്താ പറയുക, നല്ല തിക്കായിട്ടുള്ള പോംപോംസ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ കാർഡ്ബോർഡിൻ്റെ വീതിക്ക് അനുസരിച്ച് അതിൻ്റെ വലിപ്പം ഉണ്ടാവും. ഓക്കെ, പിന്നെ ചുറ്റുന്നതിനനുസരിച്ച് അതിൻ്റെ തിക്നെസ്സും ഉണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ 70 to 100 തവണ വരെ ചുറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എത്ര കണ്ടും നമുക്ക് അതിനൊരു വലിപ്പം കിട്ടുന്നുള്ളത്. പക്ഷേ ഒരു 100 മുതൽ 200 തവണ വരെ ചുറ്റിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു കഷ്ണം ത്രെഡ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. വൂളൻ ത്രെഡ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ ആ കാർഡ്ബോർഡ് പീസിൻ്റെ ഉള്ളിൽ നിന്ന് ഈ നമ്മൾ ചുറ്റിച്ച് വെച്ചിരിക്കുന്ന വൂളൻ ത്രെഡ് ഊരിയെടുക്കുക ഇതേപോലെ. എന്നിട്ട് എക്സാക്ട്ലി നടുവിലായിട്ട് നമ്മൾ ഈ ത്രെഡ് ഉപയോഗിച്ചിട്ട് നല്ല ടൈറ്റാക്കി കെട്ടിക്കൊടുക്കുക. മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ടൈറ്റാക്കി നല്ല കടും കെട്ടിടില്ലേ നമ്മൾ, അതേപോലെ കെട്ടിടണം കേട്ടോ. ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കാൻ വേണമെങ്കിൽ, അതായത് ഇങ്ങനെ നമ്മൾ നടുവിൽ വിരൽ വെക്കാൻ പറയില്ലേ, ഇങ്ങനെ അതേപോലെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കെട്ടിയെടുക്കുകയാണെങ്കിൽ കുറേ കൂടി ടൈറ്റായിട്ട് നിൽക്കും. എന്നാലും മാക്സിമം ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ മാക്സിമം നല്ല കടുങ്കട്ടായിട്ട് ഇടുക. ഈ വുളൻ ത്രെഡ് അതിൻ്റെ ഉള്ളിൽ കൂടി ഒന്നും ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഈ ത്രെഡ് ഉണ്ടല്ലോ, ത്രെഡ് ഇങ്ങനെ കയ്യിൽ പിടിക്കുക. നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന ത്രെഡില്ലേ അത് കയ്യിൽ പിടിക്കുക. എന്നിട്ട് ഈ വൂളൻ ത്രെഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വെട്ടി കൊടുക്കുക. ഞാൻ കുറേ പോംപോം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള ബാക്കി വന്നിട്ടുള്ള വൂളൻ ത്രെഡാണ് ഈ കാർഡ്ബോർഡ് ബോക്സിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത്. അതിനി വേറെ ഏതെങ്കിലും DIYക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക വെച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ 2 സൈഡ്സും ഇതേപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു പോംപോം ലുക്ക് വന്നിട്ടുണ്ടല്ലേ, പക്ഷെ ഒരു വൃത്തിയില്ല കാണാനായിട്ട്. അപ്പോൾ നമുക്കിതിനെ നല്ല വൃത്തിയാക്കി എടുക്കണം. അതിനായിട്ട് എന്താ വേണ്ടത് വെച്ചാൽ ഇതിനെ നല്ലോണം ഇതേപോലെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഈ എക്സ്ട്രാ വരുന്ന നൂലെല്ലാം വെട്ടി നല്ലൊരു ലെവലാക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ലെവലാക്കി കൊടുത്താൽ മാത്രം പോരാ. എന്നിട്ട് ഇതിനെ വിടർത്തിയതിന് ശേഷം നല്ലോണം ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കുക. മാക്സിമം ട്രിം ചെയ്ത് കൊടുക്കുക. അങ്ങനെ മാക്സിമം ട്രിം ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ ഉണ്ടയായിട്ട് കിട്ടും. ഇവിടെ ഞാൻ അത്ര ചെറുതാക്കണില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പോംപോംസ് വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാക്സിമം വലിപ്പത്തിൽ നിർത്തുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു മാറ്റ് മേടിക്കേണ്ടായി. ഈ മാറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹോളുകളുണ്ട്. ഈ മാറ്റും എഗെയിൻ നമുക്ക് കടകളിൽ ഈസിലി മേടിക്കാൻ കിട്ടും. ഇതേപോലത്തെ ഹോൾസുള്ള മാറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ പല തരത്തിൽ ഇത് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മാറ്റാണ് മേടിക്കേണ്ടത്. 1 മീറ്ററിന് 20 രൂപ അങ്ങനെയൊക്കെയാണ് കിട്ടിയത്. ഞാനിത് ഗോവയിൽ നിന്നാണ് മേടിച്ചത്. തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ ഫിജിയിൽ കിട്ടും കേട്ടോ. എന്നിട്ട് ഞാനിതിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ ഹോൾസ് കാണുന്നില്ലേ, ഈ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ഈ പോംപോമിൻ്റെ നമ്മൾ കെട്ടുമ്പോൾ വെച്ചിരിക്കുന്ന ഒരു നൂലുണ്ടായിരുന്നില്ലേ, 2 നൂല്, അത് വെട്ടാൻ പാടില്ല എന്ന് ഞാൻ പറയുണ്ടായില്ലേ. അപ്പോൾ അത് വെട്ടണില്ല നമ്മൾ, അതാണ് ഇതിനുള്ളിൽ കൂടെ നമ്മൾ ത്രെഡ് ചെയ്തിട്ട് നമ്മൾ കെട്ടി കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഒരു ഇഷ്ടം, നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് എങ്ങനെയാ വെച്ചാലാവാം. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡർ 4 പുറവും ഒരു ബ്ലാക്ക് കളർ പോംപോം കൊടുക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ടീപ്പോയുടെ മുകളിൽ, ഞങ്ങളുടെ വീട്ടിലുള്ള ടീപ്പോയുടെ മീതെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ടീപ്പോയുടെ വലിപ്പം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഞാൻ വെട്ടിയെടുത്തതിന് ശേഷം ഇത് 4 പുറവും കറുപ്പ് പോംപോം വെച്ചു. എന്നിട്ട് ഞാൻ ആദ്യം എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി എൻ്റെ കയ്യിലുള്ള കളറുകളിൽ ഉള്ള പോംപോംസ് എല്ലാം വെച്ച് നോക്കി എന്ത് ഡിസൈനാണ് വേണ്ടതെന്നുള്ളത്. ഒന്ന് വെച്ച് നോക്കി ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം ഞാനിത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ 2 നൂല് എക്സ്ട്രാ വരുന്നില്ലേ, അത് ഈ ഓട്ടയുടെ ഉള്ളിൽ കൂടെ ഈ മാറ്റിൻ്റെ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ബാക്കിൽ നന്നായി കെട്ടി കൊടുക്കുകയാണ്. നല്ല ക്ഷമ വേണം, കുറച്ച്
ബുദ്ധിമുട്ടാണ്, പക്ഷേ എൻഡ് റിസൾട്ട് നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ടീപ്പോയുടെ മുകളിലിടാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ചുമരിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് ഒരു ഹാർട്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് ഫുൾ റെഡ് കളറിലുള്ള പോം വെച്ചിട്ട് കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ഉള്ള കിട്ടും. അപ്പോൾ നമുക്ക് വാലൻറ്റൈൻസ് ഡേക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ നല്ലതാണ്. ഇനി അതല്ല, നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് പല കളറിലെ പോം ഇതാക്കാം. ഇത് ചവിട്ടിയായിട്ടാണ് പലരും ഉദ്ദേശിക്കുന്നത്. പോം റഗ് എന്ന് പറഞ്ഞിട്ട് ചവിട്ടിയായിട്ട് ആണ് പലരും ഉണ്ടാക്കണത്. പക്ഷേ എനിക്കെന്തോ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ചവിട്ടിയായിട്ട് ഉപയോഗിച്ചാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാണ്ട് പകരം ടീപ്പോയിൽ ഇടാൻ പാകത്തിന് ഉണ്ടാക്കിയത്. എനിക്ക് നല്ല ഇഷ്ടമായി. എൻഡ് റിസൾട്ട് നല്ല രസമായിരുന്നു. സോറി, ബാക്കിൽ വരുന്ന ബാക്കി ത്രെഡൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് കളയുക, നല്ല നീറ്റാക്കി വെക്കുക. എനിക്ക് ടീപ്പോയിൽ വെക്കാനായിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നി. എസ്പെഷ്യലി നിങ്ങൾ ടീപ്പോയുടെ മുകളിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് വൃത്തിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ മീതെ ഇത് ഇട്ട് കഴിഞ്ഞാൽ അത് ഫുള്ള് ക്ലിയർ ആവും. നല്ല രസമാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിലും പോം ഉണ്ടാക്കാൻ എന്തായാലും പഠിച്ചു വെച്ചാൽ നല്ലതാണ്. പോം വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ വേറെ കുറേ നല്ല രസമായിട്ടുള്ള DIYs ഒക്കെ ചെയ്തെടുക്കാം. ഞാൻ വരുന്ന വീഡിയോസിൽ ഞാൻ വേറെ DIY ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പോം എന്തായാലും ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.